ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുറച്ച് ചുക്കുറുമാനിസൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിനിഞ്ഞാന്ന് ചക്കയൊക്കെ നന്നാക്കിയപ്പോൾ ചക്കക്കുരുവൊക്കെ എടുത്തു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ചുക്കുറുമാനിസ് ചീര അരിഞ്ഞ് കഴിഞ്ഞ് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒരു ലേശം വെള്ളമാണ് അപ്പോൾ അതിലുള്ളൂ. അപ്പോൾ ഒന്ന് തീ കത്തിക്കുമ്പോഴേക്കും അതങ്ങോട്ട് വറ്റിക്കോളും. ചീര ആവശ്യത്തിന് വെന്തും കിട്ടും കേട്ടോ. പിന്നെ നമുക്കത് നാളികേരമൊക്കെ ഇട്ട് കാച്ചി അങ്ങോട്ട് എടുക്കാം. നല്ലൊരു എന്താ പറയുക, ഉപ്പേരിക്കറി എന്നൊക്കെ പറയാം, ഉലർത്തിയ ഒരു കറിയായിരിക്കും അത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങയില വെച്ചും നമുക്കിതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ സവാള എടുത്തും കഴിഞ്ഞിട്ട് അത് ആണ് ആദ്യം തന്നെ മൂപ്പിച്ചെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നാളികേരം ഇട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരും ചീരയും കൂടി ഇട്ട് അങ്ങോട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് അടിപൊളിയാണ്. അല്ലെങ്കിലും ചോറിന് ഒരു ചാറ് കറിയും പിന്നെ ഇതൊരു പെരിക്കറിയും ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഉത്സവം എന്ന് പറയുന്ന പോലെ ഗംഭീര ഉത്സവമായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി പോയതൊക്കെ ഞാൻ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇനി പകലും പോകുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉഷാറോട് കൂടിയിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജിയാണല്ലോ. അപ്പോൾ അവിടേക്ക് അനിയത്തിയും മക്കളും വരും. അപ്പോൾ ഞാനും ഇവിടെ നിന്ന് പോവും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ട് നല്ല പാട്ടും പാടിയാണ് ഇന്നത്തെ പാചകം കേട്ടോ. അപ്പോൾ അമ്മയും ഇവിടെയുള്ള കാരണം തന്നെ വേഗം അടിക്കലും വാരലൊക്കെ അമ്മ കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പാചകപ്പണികളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഉണക്കമുള്ളൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി അവർക്ക് ചോറൊക്കെ വയറ് നിറച്ച് കൊടുത്തിട്ടൊക്കെ വേണം പോവാനായിട്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിലേക്ക് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കടലക്കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാങ്ങാച്ചാറും ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി കേട്ടോ. അപ്പോൾ കുറേ നേരം ഉത്സവം കണ്ടു. അപ്പോൾ അതാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആൾക്കാരിങ്ങനെ നിന്നിട്ട് നമുക്ക് മൊബൈലിലൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതിന് ശേഷം നമുക്കിവിടെ ഓട്ടംതുള്ളലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതും ഭയങ്കര ഒരു ന്യൂസ്റ്റുമാണ് ഓട്ടംതുള്ളൽ കാണാമെന്നുള്ളത്. അങ്ങനെ ഓട്ടംതുള്ളൽ കഴിയുന്നത് വരെ നമ്മളതിലങ്ങോട്ട് മുഴുകി രസിച്ച് അങ്ങോട്ട് നിന്നു കേട്ടോ. അയാൾ ഇങ്ങനെ അവിടെ കൂടി നിൽക്കുന്നവരെയൊക്കെ ഒന്ന് വിളിച്ചും പറഞ്ഞൊക്കെയാണല്ലോ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുക. അപ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ മക്കൾ, മിനിയുടെ മക്കളാണെങ്കിൽ അവിടെ നിന്നും കഴിഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ രാത്രി വന്നപ്പോൾ ഇവിടേക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഉത്സവം അങ്ങോട്ട് കഴിഞ്ഞ് ആനകളൊക്കെ അങ്ങോട്ട് നീക്കിയതുകൊണ്ട് നമുക്ക് ശരിക്കും ക്ഷേത്രനടയൊക്കെ കാണാനും അവിടെ നിന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റുപാടും നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇരുട്ടാണ് തോന്നാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ഒക്കെ അങ്ങനെ ക്ലിയറില്ല. പക്ഷേ ഈ ചിത്രങ്ങൾ കാണാനായിട്ട് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പുറത്ത് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ തോരണങ്ങളൊക്കെ ഇട്ട് നല്ല രസമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനപ്പിണ്ടം ചവിട്ടിയാൽ മുടി വളരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അറിയാത്ത പോലെ ഒന്ന് ചവിട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ തുമ്പിക്കുട്ടി അത് കണ്ടു കേട്ടോ. അപ്പോൾ വേഗം ഇവിടെ ആനപ്പിണ്ടുണ്ട്, ചവിട്ടല്ലേ ചവിട്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒച്ച വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ആ ഉദ്യമം എൻ്റെ നടന്നില്ല കേട്ടോ. അതിനൊക്കെ ശേഷം ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള വൃന്ദാവനം ഹോട്ടലിൽ ഞങ്ങൾ
കയറി കേട്ടോ. അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. പോയിട്ട് വെയിലായിരുന്നു ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നിടത്തൊക്കെ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്രത്തോളം തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചൂടും ഉഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫ്രീ ആയിട്ട് സംഭാരമൊക്കെ തരുമായിരുന്നു. സംഭാരം നല്ല തണുപ്പിച്ച സംഭാരം പാക്കറ്റുകളിൽ, അല്ലാതെ അപ്പം തന്നെ ഉണ്ടാക്കുന്ന സംഭാരം ഗ്ലാസ്സിൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തന്നിരുന്നു. അതുപോലെ വിശേറിയും തന്നിരുന്നു. അപ്പോൾ ഈ സംഭാരവും കുടിച്ച് വീശിയാണ് നമ്മൾ ഉത്സവവും അതുപോലെ അമ്പലത്തിന് ചുറ്റുമൊക്കെ നടന്നൊക്കെ കണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സമയമായി ഇപ്പം നന്നായി വിശന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെയാണ് എല്ലാ വർഷവും കയറി കഴിഞ്ഞ് നമ്മൾ കഴിക്കാറ്. കഴിഞ്ഞ വർഷം ചിഞ്ചു ഉണ്ടായിരുന്നു കേട്ടോ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കറികൾക്കും ഒക്കെ. അപ്പോൾ അവരിതാ തനി എന്താ പറയുക വെജിറ്റേറിയൻ ഊണാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതുകൂടാതെ നമ്മുടെ സേമിയോ പായസവും ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ രസമാണെങ്കിലും അടിപൊളി രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. അല്ലെങ്കിൽ നമുക്ക് നല്ല വിശപ്പുള്ളപ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയാൽ തന്നെ നല്ല സ്വാദായിട്ട് തോന്നും. അപ്പോൾ ഈ സമയം 2 മണിക്കാവുന്ന ആ ഒരു സമയമായപ്പോൾ പിന്നെ പറയേ വേണ്ട. അപ്പോൾ എന്ത് കഴിച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ മക്കളെക്കുറിച്ച് ഓർത്തുള്ള ആ സമയത്ത് അവർ ഗ്രൂപ്പ് കോളും വിളിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ അവരെയും കൂടി അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് കഴിച്ചത് അമ്മയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുട്ടികളും അത് ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കി കേട്ടോ. അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീണ്ടും ഒന്ന് ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോയി നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വാങ്ങിയ സാധനങ്ങൾ പിന്നെ ചിലതൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ നമ്മളിങ്ങനെ ഓർമ്മയിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതാ പപ്പടമൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ഊണ് കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഒരുപാട് അകലെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്ന ദിവസമാണ് കേട്ടോ ഈ വലിയ വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പകലും രാത്രിയും ഒക്കെ ഇവിടെ നിറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ ആ ചെടികളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു പൂ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ബ്രൈഡൽ ബൊക്കെയാണ്. ഇതല്ലാതെ ഒരു മഞ്ഞ നിറത്തിലുള്ള പൂവുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ ഈ പൂ കാണാനായിട്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂവൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി നടന്ന് അവിടെ നിന്ന് കുറച്ച് വിത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. വിത്തും വളവും മിനി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളിങ്ങനെ കമ്മലും മാലയും വളയൊക്കെ നോക്കി കിടക്കായിരുന്നു. ഈ കുപ്പിവളകൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഈ 2 കളറുകളും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് വില ചോദിച്ചതിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ കമ്മലുകൾക്കൊക്കെ ആയാലും അവർ വില കുറച്ചാണ് പറയുന്നത്. കാരണം അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ അവരിങ്ങനെ വില കുറയ്ക്കുകയാണ് കേട്ടോ. അന്നൊക്കെ വന്നപ്പോൾ 80 രൂപ പറഞ്ഞത്. 80 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയ കമ്മൽ തന്നെ ഇന്ന് വീണ്ടും വില ചോദിച്ചപ്പോൾ 50 രൂപയാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പം ഞാനും ഇനിയും പൊട്ടിച്ചിരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ നിന്നും നമ്മളൊരു ബുദ്ധൻ്റെ ഒരു ചെറിയ ബുദ്ധൻ്റെ ഒരു ഇത് വാങ്ങി നമ്മൾ. പിന്നെ അതുകൂടാതെ ഈ കലങ്ങളിൽ നിന്നൊരു ചെറിയ കലവും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഞാനും ഇനിയും അന്ന് കണ്ടുവച്ചതാണ് കേട്ടോ. നമുക്ക് ഇനി വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി. വളരെ സന്തോഷമാണ് കേട്ടോ. പിന്നെ വലിയ കലച്ചട്ടി കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും കലച്ചട്ടികളൊന്നും തന്നെ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ അന്ന് കണ്ടുവച്ച് എന്തൊക്കെ പറഞ്ഞിരുന്നോ അതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ. പിന്നെ ഉത്സവ പലഹാരങ്ങൾ അതൊക്കെ അതേ ഇനിയും ഉണ്ട്. ഇതിനേക്കാളും ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആളുകൾ വാങ്ങി ഇത്തിരി കുറവായെന്ന് തോന്നാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വന്ന് ഒന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് അപ്പോഴേക്കും ഇവിടെ ഭയങ്കര മഴക്കാരായിട്ടാണ്. മഴക്കാരുകൊണ്ട് ഇപ്പം മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് അഴക്കത്തിട്ട തുണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ആ തുണികളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവന്ന് വെച്ചത് മഴക്കാരെ എവിടേക്ക് പോയിന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കിടക്കാൻ അനുവദിക്കാതെ അവിടെ നിന്ന് എണിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്ങാണ്ടാണ് ഈ മഴക്കാർ വന്നതെന്നാണ് തോന്നണേ കേട്ടോ. അപ്പോൾ എന്തായാലും എഴുന്നേറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഈ വിളക്കൊക്കെ ഒന്ന് തേച്ച് വയ്ക്കാം. ഇനി വീണ്ടും മഴ ഒക്കെ വന്നെങ്കിലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് വിളക്ക് തേക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ പുറത്ത് പോയി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൗഗ്ലി ഭയങ്കര കരച്ചിലും ഓടി വരലും സ്നേഹം കാണിക്കലൊക്കെയാണ്. അപ്പോൾ തന്നെ മൗഗ്ലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മീനും ചോറൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ പോവാട്ടോ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഏതാണ്ട് ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണെന്നുള്ള രീതിക്കാണ് മൗഗ്ലി നല്ല ആക്രാന്തത്തിൽ അങ്ങോട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നിക്കു അവൻ്റെ കൂട്ടാളികളെയും വിളിച്ചിട്ട് വരും. പിന്നെ അവർക്ക് വീണ്ടും അരിമണിയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ സ്നേഹമുള്ള മുഖങ്ങളൊക്കെ വേണമല്ലേ. നമ്മളെ കാണുമ്പോൾ സന്തോഷവും സ്നേഹമൊക്കെ തോന്നിയിട്ടാണ്
നോക്കിയിട്ടാണല്ലോ അവരിങ്ങനെ ഓടിയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വയറ് നിറപ്പിച്ച് ചോറും അരിമണിയും ഇതൊക്കെ കൊടുത്തും കഴിഞ്ഞ് സന്തോഷിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വിളക്ക് തേക്കാനായിട്ട് നിൽക്കുന്നത്. വിളക്കിന് നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ലിക്വിഡ് ഉപയോഗിച്ചും കഴിഞ്ഞിട്ടൊന്ന് കഴുകുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നല്ല മങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പഴുത്ത ഇരുമ്പൻ പുളി എടുത്തോ അല്ലെങ്കിൽ കുറച്ച് വാളം പുളി എടുത്തോ അങ്ങനെയൊക്കെ നമുക്ക് തേച്ച് നോക്കാം കേട്ടോ. ചെറുനാരങ്ങ നീര് ലിക്വിഡിൽ ഒഴിച്ചിട്ടോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കളർ വയ്ക്കും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് തേച്ചാൽ മതി, നല്ല നിറത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് വേണം അത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. കാരണം മഴക്കാലം അങ്ങോട്ട് വന്ന് നിന്നിട്ട് നമുക്ക് ഉഷ്ണിച്ചിട്ട പാടില്ല കേട്ടോ. സംഭാരം കുടിച്ചതും പോയി, തണുപ്പും പോയി, എല്ലാം പോയി. ഇപ്പോൾ ഉഷ്ണം തന്നെയായിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ തണ്ണിമത്തൻ മുറിച്ചിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കൊത്തി തിന്നും കേട്ടോ. അല്ലിയും നിക്കൊക്കെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ മുറിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാരി അങ്ങോട്ട് ഫുള്ളും തിന്നില്ല. കാരണം ആ റോസ് കളർ കുറച്ച് വെച്ചിട്ടാണ് അവർക്ക് ഇട്ട് കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കൊത്തി തിന്നാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ കാണുമ്പോൾ എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നും. അപ്പം തന്നെ നമ്മൾ കോഴിമക്കളെ ഓർക്കുകയും ചെയ്യും കേട്ടോ. അപ്പോഴേക്കും രമേശ് ചേട്ടൻ വന്നു. അപ്പോൾ കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മൗഗ്ലിങ്ങനെ ആ കിറ്റ് കണ്ടിട്ട് ഇങ്ങനെ ഓരോ കിറ്റും മണപ്പിച്ച് ഇങ്ങനെ വരായിരുന്നു. അപ്പോഴാണ് കിളിമീൻ ഇരിക്കുന്നത് ആ യെല്ലോ കിറ്റിലാന്ന് മനസ്സിലായി. പിന്നെ ഒന്നും പറയണ്ട, അവനത് പിടിക്കാൻ വേണ്ടി ചാടാനൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അതാ മീൻ എടുത്തതും കഴിഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുത്ത അമ്മയാണ് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ഒരു സന്തോഷമായി, അവർക്കും സന്തോഷം കേട്ടോ. അപ്പോൾ അവർ അമ്മയുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നില്ല, ഇത്തിരി അകലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പേടിക്കാതെ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇന്ന് മീൻ കറിയും അതുപോലെ മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കണം. കിളിമീൻ വറുത്ത കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് അല്ലേ. കറീനേക്കാളും രസമായിട്ട് എനിക്ക് തോന്നാറ് വറുത്തത് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചുവിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കിളിമീൻ വറുത്തത്. അപ്പോൾ എല്ലാ മീനൊന്നും അവളൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കിളിമീനെ വറുക്കുമ്പോഴൊക്കെ ചിഞ്ചുവിനെയൊക്കെ ഓർത്ത് പോകും കേട്ടോ. പൂച്ച സംഘങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും അല്ലിയോ നിക്കൊന്നും ഓടി അടുത്തേക്കൊന്നും വന്നില്ല. ചിലപ്പോൾ അവർക്ക് ചിതമ്പൽ തിന്നാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് അവർക്ക് വലിയ മൈൻഡ് ഇല്ല, കാരണം തണ്ണിമത്തൻ്റെ തൊണ്ട് കൊത്തി തിന്നലാണ് അവരുടെ ജോലി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പൂച്ചമക്കൾക്കും വയറ് നിറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കോഴിമക്കൾക്കും വയറ് നിറഞ്ഞിട്ടുണ്ട്. അവർ സന്തോഷമായിട്ട് നടക്കട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം ഇരുട്ടായിട്ടുണ്ട്. നിൽക്കും മോനെ കൂട്ടിൽ കയറ്റി കഴിഞ്ഞിട്ട് കോഴിക്കൂട് അടയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ട ആൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.